വയോധികയുടെ 2 പവൻ മാല മോഷ്ടിച്ച കേസിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 തമിഴ്നാട് സ്വദേശികൾ പിടിയിൽ. പ്രതികൾ അന്നേ ദിവസം ഒറ്റപ്പാലം സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു വയോധികയുടെ 2.5 പവൻ സ്വർണ്ണമാലയും കവർന്നതായും കണ്ടെത്തി. തമിഴ്നാട് തിരുവല്ലൂർ പൊളിവാക്കം സ്വദേശി രതി, ഭർത്താവായ ഗണേശൻ, വിരുദനഗർ രാജപാളയം സ്വദേശി പ്രിയ, ഇളയരാജ എന്നിവരാണ് അറസ്റ്റിലായത്. നവംബർ 3 ഉച്ചയ്ക്ക് 12 മണിയോടെ സാധനങ്ങൾ വാങ്ങുന്നതിനായി വയോധിക ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ നിൽക്കുന്ന സമയത്താണ് പ്രതികൾ സ്വർണ്ണമാല മോഷ്ടിക്കാൻ ശ്രമം നടത്തിയത്. ഇതിനിടയിൽ മാല താഴെ വീഴുന്നത് കണ്ട വയോധിക അതെടുത്ത് തന്റെ ബാഗിൽ വെച്ചു. പ്രതികൾ തന്ത്രപൂർവ്വം മാല സൂക്ഷിക്കണമെന്ന് പറഞ്ഞ വയോധികയുടെ ബാഗിനകത്തു നിന്നും മാല കൈവശപ്പെടുത്തി കടന്നുകളയുകയായിരുന്നു. അവിടെ നിന്നും തൃശൂർ മണ്ണുത്തി എത്തിയ പ്രതികൾ 2 ബസ്സുകളിൽ മാറി മാറി കയറി സമാന രീതിയിൽ മറ്റു 2 സ്ത്രീകളുടെ സ്വർണ്ണമാലകൾ കൂടി മോഷ്ടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഷൊർണൂർ പോലീസും സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡും ചേർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ പതിവാക്കിയ രതി, പ്രിയ എന്നീ സ്ത്രീകളാണ് കവർച്ച നടത്തിയതെന്ന് കണ്ടെത്തിയത്. മീനാക്ഷിപുരം കന്നിമാരിയിൽ തമിഴ്നാട്ടുകാരായ മറ്റാളുകൾക്കൊപ്പം വീട് വാടകയ്ക്കെടുത്ത് നാളികേര ബിസിനസ് നടത്തി വരികയാണെന്ന് വിശ്വസിപ്പിച്ച് താമസിച്ചു വരുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ച പുലർച്ചെ പ്രതികളുടെ വീട് വളഞ്ഞ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ സ്വർണ്ണമാല വിറ്റിട്ടുള്ള 5.19 ലക്ഷം രൂപ വീട്ടിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. പ്രതികളുടെ ഭർത്താക്കന്മാരായ ഇളയരാജ, ഗണേഷ് എന്നിവർ ചേർന്നാണ് മോഷ്ടിച്ച സ്വർണ്ണമാല വിറ്റത്. പ്രതിയായ രതിക്ക് നേരത്തെ സമാന രീതിയിലുള്ള മാലമോഷണത്തിൽ സംസ്ഥാനത്തെ 15-ലധികം സ്റ്റേഷനുകളിൽ കേസുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഭർത്താവ് ഇളയരാജയും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. 2ാം പ്രതിയായ പ്രിയയ്ക്ക് 6 സ്റ്റേഷനിലും സമാന കേസുണ്ട്. പ്രതികൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ വാടക വീടുകളിൽ താമസിച്ച് നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടുവരുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.